ഫിസിക്സ് ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ്. നമ്മളെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് നമുക്ക് പോകാം. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പെട്ടെന്ന് നോക്കാം. ഓക്കെ, ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അതൊരു വൺ ഡയമെൻഷൻ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചാപ്റ്റർ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് മോഷൻ ഇൻ എ പ്ലെയിൻ. ഓക്കെ, അതായത് 2 ഡയമെൻഷൻ മോഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ എന്താണെന്ന് പറയും. അതിനുശേഷം സ്കേലേഴ്സ് എന്താണ്, വെക്ടേഴ്സ് എന്താണെന്ന് പറയും. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് വെക്ടേഴ്സിനെ കുറിച്ച് പറയും. അതുപോലെ ലോസ് ഓഫ് വെക്ടർ അഡീഷൻ. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എളുപ്പം തന്നെ അതിലേക്ക് പോകാം. ഓക്കെ, ഈ മോഷൻ ഇൻ എ പ്ലെയിൻ അല്ലേ, നമുക്കറിയാം മോഷൻ ഇൻ എ പ്ലെയിൻ എന്നൊരു 2 ഡയമെൻഷൻ മോഷൻ ആണ്. ക്ലിയർ ആണല്ലോ? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് 2 ഡയമെൻഷണൽ മോഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതിന് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സർക്കുലർ മോഷൻസ്, അതുപോലെ തന്നെ പ്ലാനറ്ററി മോഷൻസ്, അതുപോലെ തന്നെ പ്രൊജക്ടൈൽ മോഷന്, അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് റിലേറ്റീവ് മോഷൻ ഇൻ എ പ്ലെയിൻ അല്ലേ, ഒരു പ്ലെയിനിലെ റിലേറ്റീവ് മോഷൻസ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഈ 2 ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ മോഷൻ ഇൻ എ പ്ലെയിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ 2 ഡയമെൻഷണൽ മോഷനായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അതിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മോഷൻ ഇൻ എ പ്ലെയിൻ എന്നതിന് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, അപ്പൊ എന്താണ് സ്കേലർ എന്താണ്, അതുപോലെ തന്നെ വെക്ടേഴ്സ് എന്താണെന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സ്കേലർ എന്താണ്, വെക്ടർ എന്താണ്. ഓക്കെ, ഒരു സ്കേലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ആ ക്വാണ്ടിറ്റിക്ക് എന്താ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് സ്കേലർ ആൻഡ് വെക്ടേഴ്സ് അല്ലെ. ഓക്കെ, അപ്പം മാഗ്നിറ്റ്യൂഡ് അല്ലെ, ഈ മാഗ്നിറ്റ്യൂഡ് ഉള്ള ക്വാണ്ടിറ്റിയാണ് എന്ത് ചെയ്യുക, സ്കേലർ എന്ന് പറയാം. അതായത് അളവുള്ള ക്വാണ്ടിറ്റിയാണ് എന്ത് ചെയ്യുക, സ്കേലർ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമ്മളിവിടെ പറയാണ്. ഓക്കെ ഓക്കെ അപ്പോ ഇതിന്റെ ഒരു വസ്തു മെഷർ ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പൊ മെഷർ ചെയ്തപ്പോൾ അതെന്ത് ചെയ്യാം, നമുക്ക് എന്താ 5 കിലോഗ്രാം കിട്ടി. 5 കിലോഗ്രാം കിട്ടി. ഓക്കെ, അപ്പൊ അതിനൊരു അളവുണ്ടല്ലോ, അതാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലെ. മാഗ്നിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനാണ് എന്താ പറയാ, സ്കേലർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഓക്കെ, സപ്പോസ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റീസ് ആണ് എന്ത് ചെയ്യാം, വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയാം. അതെന്തൊക്കെയാന്ന് നോക്കാം. സപ്പോസ് എ ബോഡി മൂവിങ് ഫ്രം എ ടു ബി, എയിൽ നിന്ന് പോയിന്റിൽ നിന്ന് ബി എന്നുള്ള പോയിന്റിലേക്ക് ബോഡി മൂവ് ചെയ്തു. അറ്റ് ഈസ്റ്റിക്ക് എന്ത് ചെയ്യുക, ആ ബോഡി എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റുമല്ലോ ഈ ബോഡിക്ക് എന്ത് ഒരു ഡയറക്ഷൻ ഉണ്ട്, കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ അതുപോലെ ഒരു അളവുണ്ടല്ലോ. ഓക്കെ, അളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് 5 മീറ്റർ ആണെന്ന് വിചാരിക്കാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഒരു ബോഡിക്ക് എന്താ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് എന്താ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയുള്ളത്, മാഗ്നിറ്റ്യൂഡ് ഉണ്ടാകും, അതുപോലെ തന്നെ അതിന്റെ കൂടെ എന്താ ഡയറക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഒരു ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിന് എന്താ പറയാ, വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഓക്കെ, നമുക്ക് അപ്പൊ അതിന്റെ എന്തൊക്കെ ഡിഫറൻസ് കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു സ്കേലർ ക്വാണ്ടിറ്റി, എന്താണ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി, അതിന്റെ ഡിഫറൻസ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം സ്കേലർ ക്വാണ്ടിറ്റി എന്ത് ചെയ്യാം, മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റി അല്ലെ, അതായത് മാഗ്നിറ്റ്യൂഡ് ഓൺലി, അങ്ങനെ ടൈപ്പ് ക്വാണ്ടിറ്റിയാണ് സ്കേലർ എന്ന് പറയാം. ഓക്കെ, അതേമാതിരി വെക്ടർ ക്വാണ്ടിറ്റി ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇതിന് എക്സാമ്പിൾസ് നോക്കട്ടെ. ഒരു വസ്തുവിന്റെ മാസ്, അതുപോലെ തന്നെ സ്പീഡ്, ടൈം തുടങ്ങിയ ക്വാണ്ടിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാം, സ്കേലർ ക്വാണ്ടിറ്റീസ് ആണ്. ക്ലിയർ ആണോ? നേരത്തെ പറഞ്ഞില്ലേ, ഒരു ബോഡിയുടെ മാസ്, അല്ലെങ്കിൽ ഒരു ബോഡി ഇവിടെ മാസ് 5 കിലോഗ്രാം എന്ന് പറയുമ്പോൾ അത് മാസ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ പറയുന്നില്ലല്ലോ, ഇല്ല. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ബോഡി മൂവ് ചെയ്യാണ്, എയിൽ നിന്ന് ബിയിലേക്ക് ഈസ്റ്റിലേക്ക് മൂവ് ചെയ്യണം. അപ്പം 5 മീറ്റർ ആണ് അതിന്റെ ലെങ്ത് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് അറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വെലോസിറ്റി, ആക്സിലറേഷൻ, അതുപോലെ ഫോഴ്സ്, അതുപോലെ ക്വാണ്ടിറ്റീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, വെക്ടർ ക്വാണ്ടിറ്റീസ് ആയിട്ടാണ് പറയാം. അതായത് ദ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഓക്കെ, ഇനി എന്താണ് നമുക്ക് എന്ത് ചെയ്യാം, സ്കേലർ ക്വാണ്ടിറ്റിയുടെ ഒരു പ്രോപ്പർട്ടി കൂടി പഠിക്കാം. ഓക്കെ, 2 സ്കേലർ, അതായത് ഒരു സ്കേലർ ക്വാണ്ടിറ്റി എടുക്കാം. ഓക്കെ, വേറൊരു സ്കേലർ ക്വാണ്ടിറ്റി എടുക്കാം. അപ്പൊ ഈ 2 സ്കേലർ ക്വാണ്ടിറ്റി എന്ത് ചെയ്യാം,
മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാം. ഈ ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും, സ്കാലർ ക്വാണ്ടിറ്റി എന്നായിരിക്കും. ക്ലിയർ ആണല്ലോ. രണ്ട് സ്കാലർ ക്വാണ്ടിറ്റികൾ നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു സ്കാലർ തന്നെ കിട്ടുക. ക്ലിയർ ആണല്ലോ. അതായത് ഒരു സ്കാലർ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ വെക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു എ ഡോട്ട് പി എടുത്തു കഴിഞ്ഞാൽ അതാണ് ഡോട്ട് പ്രൊഡക്റ്റ് കേട്ടോ. എ ഡോട്ട് പി എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കിട്ടുന്നത് സ്കാലർ ആണെങ്കിൽ ഓക്കെ. അപ്പൊ വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുന്നത്, സ്കാലർ ആണ് കിട്ടുക. ഓക്കെ. അപ്പൊ വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് വെക്ടറിനെ എ ഇൻറ്റു വെക്ടർ ബി കേട്ടോ ഈക്വൽ ടു എന്താണ് പറയാ, ഒരു വെക്ടർ എന്നായിരിക്കും കിട്ടുക, ഒരു വെക്ടർ ക്വാണ്ടിറ്റി എന്നായിരിക്കും കിട്ടുക. ഓക്കെ. ഒരു ക്രോസ് പ്രൊഡക്റ്റ് ആകുമ്പോൾ എ ക്രോസ് ബി കേട്ടോ. ഓക്കെ. അപ്പൊ ഒരു വെക്ടറിനെ സൂചിപ്പിക്കുന്ന ഇതാണ്. ഓക്കെ. സപ്പോസ് എ എഴുതുക, അതിന്റെ മുകളിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ബാർ ഇടുക അല്ലെ, ഒരു വെക്ടറിനെ ചിഹ്നിപ്പിക്കാം. സപ്പോസ് ബി ചെയ്യുകയാണെങ്കിൽ അതിന്റെ മേലെ എന്ത് ചെയ്യുക, ഒരു അര മാർക്ക് ഇടാം. അതിനാണ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഓക്കെ. അപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, ഒരു എ എന്ന് എഴുതുക, അതിന്റെ മേലെ ഒരു ബാർ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വെക്ടർ ക്വാണ്ടിറ്റി എന്നാണ് പറയാം. ഓക്കെ. അപ്പൊ സ്കാലർ എന്താണ്, വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു. ഓക്കെ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ. അപ്പൊ ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ. ഇനി എന്ത് ചെയ്യാം, വെക്ടർ ക്വാണ്ടിറ്റി പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ വെക്ടേഴ്സ് ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് എന്താണെന്ന് നോക്കാം. ഓക്കെ. ഈക്വൽ വെക്ടേഴ്സ് അല്ലെ. അപ്പൊ ഈക്വൽ വെക്ടേഴ്സ് എന്താണെന്ന് പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ രണ്ട് വെക്ടേഴ്സ് ഉണ്ട് വെച്ചോ, രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഓക്കെ. ഈക്വൽ വെക്ടേഴ്സ് പറഞ്ഞാൽ ഇവിടെ എന്താ കാണുന്നത്, ഓക്കെ, ഈ രണ്ട് വെക്ടറും ആക്ട് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലല്ലേ, അതായത് ഒരേ ഡയറക്ഷനിലല്ലേ. ഓക്കെ. ഇത് 4 മീറ്റർ ആണെങ്കിൽ ഈ വെക്ടർ എന്തായിരിക്കും, 4 മീറ്റർ ആയിരിക്കും. അങ്ങനെയുള്ള വെക്ടേഴ്സിന് എന്താ പറയാ, ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയാം. ഈക്വൽ വെക്ടേഴ്സ് എന്ത് ചെയ്യാം, അതിന് മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലെ. അളവ് 4 മീറ്റർ ആണെങ്കിൽ 4 മീറ്റർ തന്നെ എന്തായിരിക്കും രണ്ട് വെക്ടറിന് ഉണ്ടാവുക. അതുപോലെ തന്നെ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും, ഒരേ ഡയറക്ഷനിലേക്കല്ലേ. അങ്ങനെയുള്ള വെക്ടേഴ്സിനാണ് ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയുക. അതായത് വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, സെയിം ആണ് അല്ലെ. അതുപോലെ തന്നെ എന്താ, ഡയറക്ഷനും സെയിം ആയിരിക്കും. ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനാണ് എന്ത് ചെയ്യുക, ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അങ്ങനെ നെഗറ്റീവ് വെക്ടേഴ്സ് ഉണ്ടാകും നോക്കാം. ഇപ്പം പറഞ്ഞ ഈക്വൽ വെക്ടേഴ്സിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് ചെയ്യാം, നെഗറ്റീവ് വെക്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഈ നെഗറ്റീവ് വെക്ടർ എന്ന് പറയുമ്പോൾ ഒരു വെക്ടർ ഇങ്ങനെയാണ്, ഈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ. വേറൊരു വെക്ടർ പറയുമ്പോൾ ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ എന്ത് ചെയ്യാം, മാഗ്നിറ്റ്യൂഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 മീറ്റർ ആണെങ്കിൽ ഇവിടെ എന്ത് മാഗ്നിറ്റ്യൂഡ് 4 മീറ്റർ തന്നെയാണ്. ക്ലിയർ ആണല്ലോ. ശരി. അപ്പൊ മാഗ്നിറ്റ്യൂഡ് എന്താ ചെയ്യുക, സെയിം ആണ്, പക്ഷെ ഡയറക്ഷനോ ഓപ്പോസിറ്റ് അല്ലേ, ഓപ്പോസിറ്റ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള വെക്ടേഴ്സ് എന്താ പറയാ, നെഗറ്റീവ് വെക്ടേഴ്സ് എന്നാ പറയാം. ഓക്കെ. അപ്പം എന്താ പറഞ്ഞത്, ഈക്വൽ വെക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് വെക്ടേഴ്സ് ഉണ്ട് അല്ലെ. ഈക്വൽ വെക്ടേഴ്സ് എന്താ, മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷനും സെയിം ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ് അല്ലെ. അല്ലെങ്കിൽ സെയിം മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, അതുപോലെ തന്നെ ഡയറക്ഷൻ സെയിം ആണ് അല്ലെ. അതുപോലെ വെക്ടേഴ്സിനാണ് ഈക്വൽ വെക്ടേഴ്സ്. നെഗറ്റീവ് വെക്ടേഴ്സ് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷെ ഡയറക്ഷൻ എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പൊ രണ്ട് വെക്ടേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത വെക്ടേഴ്സ് നോക്കാം. ഓക്കെ. സീറോ വെക്ടർ ഓർ നൾ വെക്ടർ. ഓക്കെ. അപ്പൊ നമ്മളിത് പറയുമ്പോൾ വെച്ചാൽ ആക്ച്വലി ഇങ്ങനെ ഒരു വെക്ടർ ഇല്ല. ആക്ച്വലി നമ്മളൊരു കൺസെപ്റ്റ് ആണ് എന്ത് ചെയ്യുക, നൾ വെക്ടർ എന്നുള്ള വെക്ടർ. ഓക്കെ. ഇങ്ങനെ ആക്ച്വലി ഇങ്ങനെ ഒരു വെക്ടർ ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇത് നമ്മൾ കാൽക്കുലേഷൻ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺസെപ്റ്റ് ആണ് എന്ത് ചെയ്യുക, ഈ നൾ വെക്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സീറോ വെക്ടർ. ഓക്കെ. സീറോ വെക്ടറിന് വേറെ പേരാണ് നൾ വെക്ടർ എന്ന് പറയാം. ഓക്കെ. ഇതിന് എന്ത് ചെയ്യാം, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അതാണ് മാഗ്നിറ്റ്യൂഡ് ഓൺലി. ഓക്കെ. നൾ വെക്ടർ ഹാവ് മാഗ്നിറ്റ്യൂഡ് ഓൺലി. അളവ് മാത്രമുള്ള വെക്ടേഴ്സിന് എന്താ പറയാ, നൾ വെക്ടർ അല്ലെങ്കിൽ സീറോ വെക്ടർ എന്ന് പറയാം. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് യൂണിറ്റ് വെക്ടർ അല്ലെ. ഓക്കെ. വെക്ടർ ഹാവ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ്. എന്താ ഒരു വെക്ടറിന് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഇതിനാണ് എന്താ പറയാ, യൂണിറ്റ് വെക്ടർ എന്ന് പറയാം. അതായത് മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, യൂണിറ്റ് ആയിരിക്കും. ഓക്കെ. അപ്പൊ യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പോ അതിന് സൂചിപ്പിക്കുന്ന ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ, യൂണിറ്റ് വെക്ടറിനെ സൂചിപ്പിക്കുക, യൂണിറ്റ് വെക്ടറിന്. ക്ലിയർ ആണല്ലോ. സപ്പോസ് ഇതൊരു വെക്ടർ ആണ് വെച്ചോ, ഇതൊരു വെക്ടർ ആണ്, ഈക്വൽ ടു അതിന്റെ മോഡുലസ്, അതായത് മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു യൂണിറ്റ് വെക്ടർ. ഓക്കെ.
ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ആ ഒരു വെക്ടർ എന്ന് പറയുമ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു യൂണിറ്റ് വെക്ടർ ഉണ്ടോ? മനസ്സിലായോ? ഒരു വെക്ടറിന് എന്ത് ചെയ്യാം, അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടോ, യൂണിറ്റ് വെക്ടർ ഉണ്ടോ? ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂണിറ്റ് വെക്ടർ കാണാൻ വേണ്ടിയിട്ട് യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ വെക്ടർ എ ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ മതി. ക്ലിയർ ആണോ? അപ്പൊ അതിന്റെ ഒരു വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് വെക്ടർ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം, ആ ഗിവൺ വെക്ടർ ഡിവൈഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് അല്ലെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ എന്താണെന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതെന്ന് പറഞ്ഞാൽ യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ 1 മീറ്റർ ആണെങ്കിൽ ഇത് 1 മീറ്റർ എന്നായിരിക്കും. മനസ്സിലായോ? അങ്ങനെ വ്യത്യാസം എന്ത് ചെയ്യാം, യൂണിറ്റ് വെക്ടർ. ഓക്കെ, ഇനി പൊസിഷൻ വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ എത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഡ്രോൺ ഫ്രം ദ ഒറിജിൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒറിജിൻ വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ് എന്ത് ചെയ്യുക, നമ്മൾ പൊസിഷൻ വെക്ടർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ സപ്പോസ് നമ്മൾ അറിയാം, നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കുക, ഇങ്ങനെയല്ലേ വരയ്ക്കുക. ഓക്കെ ഓക്കെ, ഇത് എക്സ്, ഓക്കെ ഇത് വൈ എന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു പൊസിഷൻ വെക്ടർ വരയ്ക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ സെൻട്രൽ 0 എന്ന് പറയുമല്ലോ. ഓക്കെ, ഒരു പൊസിഷൻ, ഒരു വസ്തുവിന്റെ പൊസിഷൻ നമ്മൾ മെഷർ ചെയ്യാന്ന് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാം, എക്സ് ആക്സിസിന് ഇത്ര ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ വൈ ആക്സിസ് ഇത്ര ഡിസ്റ്റൻസ് എന്നല്ല പറയാം. ഓക്കെ, അതൊക്കെ നമ്മൾ എവിടെന്നാ മെഷർ ചെയ്യുന്നത്, സെന്ററിൽ നിന്നല്ല മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മളിപ്പം എക്സാമ്പിൾ ഓയിൽ നിന്ന് എയിലേക്ക് ഒരു വെക്ടർ വരയ്ക്കുകയാണ്. ഇത് എ എന്നുള്ളൊരു ഇതാണ് ചോദിച്ചോ, പോയിന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ഓയിൽ നിന്ന് അടുത്തൊരു പൊസിഷൻ വെക്ടർ ആയിട്ട് പറയാണ് ബി. ഓക്കെ, അപ്പോൾ ഇവിടെ പൊസിഷൻ വെക്ടർ എന്ന് പറയുമ്പോൾ ഒ എ ആൻഡ് ഒ ബിനെ എന്താ പറയുക, പൊസിഷൻ വെക്ടർ എന്ന് പറയും. അതായത് ഒ എ ഒരു പൊസിഷൻ വെക്ടർ ആണ്, അതുപോലെ തന്നെ ഒ ബി പൊസിഷൻ വെക്ടർ ആണ്. ഇനി അടുത്തൊരു വെക്ടർ ഒന്ന് വരയ്ക്കുകയാണ് വെച്ചോ. ഓക്കെ, ഇത് സി ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒ സി എന്ന് പറയുന്നത് ഒരു പൊസിഷൻ വെക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ് ആദ്യം മനസ്സിലാക്കുക. സ്റ്റാർട്ടിങ് ഫ്രം ദ ഒറിജിൻ ആണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഒറിജിൻ വേറെ വെക്ടറിലേക്ക് എടുക്കുന്ന വെക്ടർ ആണ് പൊസിഷൻ വെക്ടർ അല്ലേ. ഓക്കെ, ഞാൻ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് അല്ലേ. ഓക്കെ, അപ്പൊ അതെന്താണെന്ന് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, കാര്യം പറയാം, അതിനുശേഷം ഡെഫിനിഷനിലേക്ക് പോകാം. ഓക്കെ, സപ്പോസ് ഇത്രേ ഉള്ളൂ. നമുക്കറിയാം ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്, ഇത് സെഡ് ആക്സിസ് ആണ്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. ഓക്കെ, അപ്പം ഓർത്തോഗണൽ വെക്ടേഴ്സ് പറഞ്ഞാൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടേഴ്സിന് എന്ത് ചെയ്യാം, ഓർത്തോഗണൽ വെക്ടേഴ്സ് അറിയാം. അതായത് ഇവ തമ്മിലുള്ള ആംഗിൾ തമ്മിൽ എന്ത് ചെയ്യാം, 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, പിന്നെ കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. എന്താണ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. കാരണം അങ്ങനെ യൂണിറ്റ് മാഗ്നിറ്റ്യൂഡുള്ള വെക്ടേഴ്സ് ആണ് എന്താ പറയാ. ഓക്കെ, ഇപ്പൊ എക്സ് ആക്സിസിന്റെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ വെക്ടർ എന്ന് പറയും. ഐ വെക്ടർ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. വൈ ആക്സിസിനെ നമ്മൾ ജെ വെക്ടർ എന്നാ പറയാം. സെഡ് ആക്സിസിനെ നമ്മൾ കെ വെക്ടർ എന്നാ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സിന് എന്ത് ചെയ്യാം, രണ്ട് കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഒന്ന് എന്ത് ചെയ്യുക, അവ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. എന്താണ് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യുക, അവ അതിന്റെ ഒറിജിനിന്ന് അവിടേക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ യൂണിറ്റ് ആയിരിക്കും അല്ലെ, യൂണിറ്റ് വെക്ടർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അങ്ങനെയുള്ള വ്യത്യാസത്തിന് എന്താ പറയാ, ഓർത്തോഗണൽ യൂണിറ്റ് വ്യത്യാസം എന്ന് പറയാം. ഓക്കെ, അതായത് ഒന്നും കൂടി പറയാം. ഓക്കെ, ഇപ്പം ഇവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുകയാണെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതും തമ്മിലുള്ള ആംഗിൾ എന്ത് ചെയ്യുക, 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ ആംഗിൾ എന്ത് ചെയ്യുക, ഓരോന്നും 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ എക്സ് വൈ പ്ലെയിന്റെ ആംഗിൾ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ആണ്. വൈ സെറ്റ് ആകുമ്പോൾ 90 ആണെങ്കിൽ പിന്നെ സെറ്റ് എക്സ് ആകുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പറയുമ്പോൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവ തമ്മിൽ 90 ഡിഗ്രി ആയിരിക്കും ആംഗിൾ ഡിഫറൻസ് ഉണ്ടാവുക. അതുപോലെ തന്നെ യൂണിറ്റ് വെക്ടർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേ, ഇവിടെ പറഞ്ഞിട്ട് നമ്പർ ഓഫ് വെക്ടേഴ്സ് ദാറ്റ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതായത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആംഗിൾ 90 ഡിഗ്രി ആവുന്നത് വിത്ത് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 യൂണിറ്റ് വിത്ത് ഈച്ച് അതർ. ദ റെപ്രസെന്റഡ് ബൈ ഐ ജെ കെ.
ഓക്കെ, റെപ്രസെന്റ് ചെയ്യുന്നത് IJK എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യാസമാണെന്ന് പറയാം ഓർത്തോഗണൽ യൂണിറ്റ് വ്യത്യാസം എന്ന് പറയാം. ഓക്കെ, അതിന്റെ പേര് സൂചിച്ചപ്പോൾ തന്നെ യൂണിറ്റ് വ്യത്യാസമാണ്. മനസ്സിലാക്കുക, യൂണിറ്റ് വ്യത്യാസമാണ്, അതിന് 90 ഡിഗ്രി ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അത്ര കാര്യം മനസ്സിലാക്കുക. അപ്പൊ എന്തൊക്കെ പറഞ്ഞത്? ആംഗിൾ 90 ഡിഗ്രി ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, പിന്നെ യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് എളുപ്പമല്ല പഠിക്കാൻ. ആംഗിൾ 90 ഡിഗ്രിയും മാഗ്നിറ്റ്യൂഡ് യൂണിറ്റും ആയിരിക്കും. മനസ്സിലായോ? യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഇതാണ് ഓർത്തോഗണൽ യൂണിറ്റ് വ്യത്യാസം എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഇനി അടുത്തേക്ക് പോകാം. കോ ഇനീഷ്യൽ പോയിന്റ് അല്ലെ, കോ ഇനീഷ്യൽ വ്യത്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വ്യത്യാസത്തിന് കോമൺ ആയിട്ടുള്ള ഒരു ഇനീഷ്യൽ പോയിന്റ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാകുന്ന വ്യത്യാസം എന്ത് ചെയ്യാം, കോ ഇനീഷ്യൽ വ്യത്യാസം എന്ന് പറയാം. ഓക്കെ, വ്യത്യാസം ഹാവിംഗ് കോമൺ ഇനീഷ്യൽ പോയിന്റ്. അപ്പൊ എന്താ പറഞ്ഞത്? വ്യത്യാസ് ഹാവിംഗ് കോമൺ ഇനീഷ്യൽ പോയിന്റ് പറയാം. അതായത് ഇപ്പോൾ രണ്ട് വ്യത്യാസം ഇല്ലേ. ഓക്കെ, ഇപ്പോൾ ഇത് XY പ്ലെയിൻ ആണെന്ന് വിചാരിച്ചോ, XY പ്ലെയിനിൽ. ഓക്കെ, അപ്പോൾ ഈ വെക്ടേഴ്സിന് വെക്ടർ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് ചെയ്യാം, കോമൺ ആയിട്ടുള്ള ഇനീഷ്യൽ പോയിന്റിൽ നിന്നാണെങ്കിൽ മനസ്സിലായോ, അങ്ങനെയുള്ള വ്യത്യാസം എന്ത് ചെയ്യാം, കോ ഇനീഷ്യൽ വ്യത്യാസം എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അങ്ങനെ വ്യത്യാസമാണ് കോ ഇനീഷ്യൽ വ്യത്യാസം എന്ന് പറയാം. വെക്ടേഴ്സ് ഹാവിംഗ് കോമൺ ഇനീഷ്യൽ പോയിന്റ്. ഇതാണ് വെക്ടർ എ എങ്കിൽ അതിന്റെ കോമൺ ഇനീഷ്യൽ പോയിന്റ് ഇത് O ആണെങ്കിൽ ഇത് O. ഓക്കെ, അപ്പോൾ ഒരു കോമൺ ഇനീഷ്യൽ പോയിന്റ് എന്ത് വെക്ടർ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണ് കോ ഇനീഷ്യൽ വ്യത്യാസം എന്ന് പറയാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, കൊലീനിയർ വ്യത്യാസം അല്ലേ. ഓക്കെ, കൊലീനിയർ വ്യത്യാസം പറഞ്ഞാൽ ഓക്കെ, അതായത് ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരേ പ്ലെയിനിൽ അല്ലെങ്കിൽ സെയിം ലൈനിൽ അല്ലെങ്കിൽ പാരലൽ ലൈനിൽ എന്ത് ചെയ്യാം നിൽക്കുന്ന വ്യത്യാസമാണ് എന്ത് ചെയ്യുക, കൊലീനിയർ വ്യത്യാസം പറയാം. ഓക്കെ, അപ്പൊ എന്താന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വായിക്കാം. എന്താന്ന് വെച്ചാൽ ഓക്കെ, വെക്ടേഴ്സ് ദാറ്റ് ലൈ അലോങ് ദ സെയിം ലൈൻ ഓർ പാരലൽ ലൈൻ ദേ ആർ ഓൾസോ കോൾഡ് പാരലൽ വെക്ടേഴ്സ്. ഓക്കെ, അപ്പൊ കൊലീനിയർ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു പേരാണ് പാരലൽ വെക്ടേഴ്സ് എന്ന് പറയും. അപ്പൊ അതെന്താ നോക്കാം. കൊലീനിയർ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇപ്പൊ ഒരു വെക്ടർ ആണിത്. ഓക്കെ, ഇത് വേറൊരു വെക്ടർ ആണ് വെച്ചോ. ഓക്കെ, ഇത് വേറൊരു വെക്ടർ. ഓക്കെ, ഇത് പിന്നെ വേറൊരു വെക്ടർ. ഓക്കെ, ഈ വെക്ടേഴ്സിനൊക്കെ പ്രത്യേകത എന്താണ്? ഇവ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, പാരലൽ ആണ്. ക്ലിയർ ആണല്ലോ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്ഷൻ പരിഗണിക്കുന്നില്ല. ഡയറക്ഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ കുഴപ്പമില്ല, പക്ഷെ വെക്ടേഴ്സ് എന്ത് ചെയ്യുക, പാരലൽ ആകണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സെയിം പ്ലെയിനിലായിരിക്കണം. അങ്ങനെയുള്ള വെക്ടേഴ്സിന് എന്ത് ചെയ്യുക, കൊലീനിയർ വെക്ടേഴ്സ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? വെക്ടേഴ്സ് എപ്പോഴും എന്ത് ചെയ്യുക, പാരലൽ ആയി നിൽക്കും അല്ലെ. ഒന്നിനെ പാരലൽ ആയിട്ട് എന്ത് ചെയ്യുക, അടുത്ത വെക്ടേഴ്സ് നിൽക്കുക. അങ്ങനെ വെക്ടേഴ്സിന് എന്ത് ചെയ്യുക, കൊലീനിയർ വെക്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊലീനിയർ വെക്ടേഴ്സ് പറഞ്ഞു. ഓക്കെ, ഇനി എന്താ കോ പ്ലെനാർ വെക്ടേഴ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു പ്ലെയിനിൽ കോ പ്ലെനാർ എന്ന് പറയുമ്പോൾ പ്ലെയിനിൽ വരയ്ക്കുന്ന വെക്ടേഴ്സാണ് എന്ത് ചെയ്യുക, കോ പ്ലെനാർ വെക്ടേഴ്സ് പറയാം. അതായത് സപ്പോസ് ഇപ്പോൾ നമ്മൾ ഡയഗ്രാം അവിടെ നിൽക്കട്ടെ, വെക്ടേഴ്സ് ഹാവിംഗ് ലൈ ഓൺ ദ സെയിം പ്ലെയിൻ ഓർ 3 dimensional സ്പേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെന്ന് വെച്ചോ, XY സെറ്റ്, സെറ്റ് ആണ്, X ആണ്, Y ആണ്. ഓക്കെ, അപ്പോൾ ഇതായി ഏതെങ്കിലും ഒരു പ്ലെയിൻ, ഇപ്പൊ XY പ്ലെയിനിലാണെങ്കിൽ ഒരു വെക്ടർ ഉണ്ടാവുമല്ലോ. ഓക്കെ, വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമുക്ക് Y സെറ്റ് പ്ലെയിനിൽ നമുക്ക് വേണ്ടി വെക്ടറിന് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങോട്ട് വരയ്ക്കാൻ പറ്റുമോ? അപ്പോൾ ഓരോ XY പ്ലെയിൻ ആയാലും അതുപോലെ തന്നെ Y സെറ്റ് പ്ലെയിൻ ആയാലും പിന്നെ അതുപോലെ തന്നെ ZX പ്ലെയിൻ ആയാലും ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് അവിടെ കുറെ വ്യത്യാസത്തിന് വരയ്ക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പ്ലെയിനിൽ വരയ്ക്കുന്ന വ്യത്യാസത്തിന് എന്താ പറയാ, കോ പ്ലെനാർ വ്യത്യാസം എന്ന് പറയാം. കോ പ്ലെനാർ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് എന്നുള്ള കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, അപ്പം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം, വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് കുറച്ചും കൂടി എളുപ്പമാവും. ഓക്കെ, അപ്പൊ നമ്മൾ യൂണിറ്റ് വെക്ടർ നേരത്തെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു അല്ലേ. അപ്പം ഒരു വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു വെക്ടർ കിട്ടുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യുക, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് മാഗ്നിറ്റ്യൂഡ് പാർട്ടുണ്ട്, ഒന്ന് അതിന്റെ ഡയറക്ഷൻ പാർട്ടുണ്ട്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് നേരത്തെ ഒരു പഠിച്ചൊരു ഇക്വേഷൻസ് ഉണ്ട്. ഏതൊരു വെക്ടർ കിട്ടുകയാണെങ്കിലും അതിനെന്ത് ചെയ്യുക, രണ്ട് പാർട്ടുകളുണ്ട്. എന്താ പറയുക, മാഗ്നിറ്റ്യൂഡ് പാർട്ടും ഉണ്ട്, അതുപോലെ തന്നെ വേറൊരു പാർട്ടാണ് അതിന് യൂണിറ്റ് പാർട്ടും ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇതിനെന്താ പറയാ, മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും. ഓക്കെ,
ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ഡയറക്ഷൻ അല്ലേ ശരിക്കും. ഓക്കെ, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ മനസ്സിലായി, യൂണിറ്റ് ആണ് അല്ലേ. ഇവിടെ യൂണിറ്റ് വെക്ടർ ആകുമ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഡയറക്ഷൻ ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിറ്റ് വെക്ടർ കാണാന്ന് പറയുമ്പോൾ യൂണിറ്റ് വെക്ടർ കാണാൻ വേണ്ടിയിട്ട് പറയുന്നത് എ ക്യാപ് ഈസ് ഈക്വൽ ടു, എ ക്യാപ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ആണ്, ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം നോക്കിയേ. ഇനി നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, എ വെക്ടർ എ ഇസ് ഈക്വൽ ടു 3i plus 5j plus 3k. ഒരു വെക്ടർ ആണ് 3i plus 5j plus 3k. Then find the magnitude of the displacement vector and also find its unit vector of a. Okay, ഒരു വെക്ടർ കൊടുത്തിട്ടുണ്ട്, നമ്മൾ എന്താ പറയാ മാഗ്നിറ്റ്യൂഡ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എന്താ പറഞ്ഞത്, അങ്ങനെയാണ് യൂണിറ്റ് വെക്ടറും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാ കാണാൻ നോക്കാം. ഓക്കെ, സപ്പോസ് ഒരു ക്വാണ്ടിറ്റി നമുക്കൊരു വെക്ടർ ആണ്. അപ്പോൾ വെക്ടർ എ തന്നിട്ടുണ്ട്, എന്താ തന്നത്, വെക്ടർ എ തന്നിട്ടുണ്ട് എന്താണ് 3i plus 5j plus 3k. ഓക്കെ, അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മോഡുലസ് ഓഫ് എ അതിൽ നിന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഐ ജെ കെ എന്നുള്ളതിന്റെ എന്ത് ചെയ്യുക മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കാം, ബാക്കിയുള്ള കാര്യം ഒഴിവാക്കാം. എന്നിട്ട് അതിനെ സ്കോർ ചെയ്യാം. റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. ഇവിടെ എത്ര കിട്ടുക, 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരും, 9 പ്ലസ് 25 പ്ലസ് 9. ഓക്കെ, 25 പ്ലസ് 9 എന്ന് പറയുമ്പോൾ എത്രയായി. ഓക്കെ, അപ്പോൾ ടോട്ടൽ റൂട്ട് ഓഫ് 43. ഓക്കെ, അപ്പൊ മാഗ്നിറ്റ്യൂഡ് കിട്ടിയ എത്ര, റൂട്ട് 43. ഓക്കെ, ഇനി നമ്മൾ എന്താ പറഞ്ഞത്, യൂണിറ്റ് വെക്ടർ ആണ്. അപ്പൊ യൂണിറ്റ് വെക്ടർ കാണാൻ വേണ്ടിയിട്ട് ഇതല്ല പറഞ്ഞത്, ഇതാണ് യൂണിറ്റ് വെക്ടർ അല്ലെ. യൂണിറ്റ് വെക്ടർ എ ഇസ് ഈക്വൽ ടു വെക്ടർ എ ബൈ മാഗ്നിറ്റ്യൂഡ് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് അത് എടുക്കുക. അപ്പൊ യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ യൂണിറ്റ് വെക്ടർ ഈസ് ഈക്വൽ ടു വെക്ടർ എ അല്ലെ. വെക്ടർ എ എത്രയാണ്, ഇവിടെ തന്നിട്ടുണ്ടല്ലോ 3i പ്ലസ് 5j പ്ലസ് 3k. ക്ലിയർ ആണല്ലോ. ഓക്കെ, അതാണ് ഡിവൈഡർ ബൈ എന്ത് മാഗ്നിറ്റ്യൂഡ് അല്ല പറഞ്ഞത്, മാഗ്നിറ്റ്യൂഡ് എത്ര കിട്ടിയേ, റൂട്ട് 43. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് വെക്ടർ ഈസ് ഈക്വൽ ടു 3i by root 43 plus 5j by root 43 plus ഇനി അടുത്ത് ചെയ്താ കേട്ടോ 3k by root 43. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാം. ക്ലിയർ ആണല്ലോ. അപ്പൊ എങ്ങനെയാ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാണ്ട് ഗിവൺ വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് അല്ലെ ചെയ്താൽ എന്ത് ചെയ്യുക, യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് 2 വട്ടം ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ എളുപ്പമാണ്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, ലോസ് ഓഫ് വെക്ടർ അഡീഷൻ അല്ലെ. വെക്ടർ അഡീഷനുമായി ബന്ധപ്പെട്ട 2 ലോസ് ഉണ്ട്. അപ്പൊ ആ 2 ലോസ് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കാനുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഈ 2 ലോ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ പേരിൽ തന്നെ ആ ലോ ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട, ഇതിന്റെ പ്രൂഫ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കണം എന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ സ്റ്റെപ്പ് നമ്മൾ പറയുന്നില്ല. നമ്മൾ എന്താണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫൈനലിക്കേഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ നമ്മളുടെ ഒന്ന് ട്രയാങ്കിൾ തന്നെയാണ്. ട്രയാങ്കിളിലെ അഡീഷൻ എങ്ങനെയാണെന്നാണ് ഒന്നിൽ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പാരലോഗ്രാം. ഓക്കെ, അത് നിങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവില്ലോ നേരത്തെ, ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഓക്കെ, അപ്പോൾ അതിന്റെ ഷേപ്പ് എന്താണെന്ന് അറിയാം, ഒന്ന് ട്രയാങ്കിൾ ആണ്, അതുപോലെ തന്നെ അടുത്ത് എന്ത് ചെയ്യാം, പാരലോഗ്രാം ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇവ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള വെക്ടേഴ്സ് ആണ് അല്ലെ, ട്രയാങ്കിൾ രൂപത്തിലുള്ള വെക്ടേഴ്സിന്റെയും അതുപോലെ തന്നെ പാരലോഗ്രാം രൂപത്തിലുള്ള വെക്ടേഴ്സിന്റെ അഡീഷനെ കുറിച്ചാണ് എന്ത് ചെയ്യുക ഈ 2 ലോയിലും പറയുന്നത്. ഓക്കെ, അപ്പൊ അതെന്താണെന്ന് ആദ്യം നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ. ഓക്കെ, ഇവിടെ കുറെ പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇപ്പൊ അതിലേക്ക് നോക്കല്ലേ, ഞാൻ പറയുന്ന അതിലേക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, ഇപ്പൊ സപ്പോസ്
ഒരു വെക്ടർ ആണ് വെക്ടർ എ, എന്താണ് വെക്ടർ എ. ഓക്കെ ഓക്കെ അപ്പോൾ വേറൊരു വെക്ടർ ആണ് വെക്ടർ ബി, വെക്ടർ എ വെക്ടർ ബി. ഓക്കെ, ഇതെങ്ങനെയാണ് ഈ ഒരു വെക്ടറിന്റെ ബാക്കിലായിട്ട് തന്നെ അടുത്ത വെക്ടർ എന്ത് ചെയ്യുക നിൽക്കുന്ന രീതിയിലാണ്, അതായത് ഹെഡ് ടു ഹെഡ്, അതായത് ഒന്നിന് തലയിലായിരിക്കും ബാക്കിയുള്ളതിന് ടെയിൽ വരിക. അങ്ങനെ ഹെഡ് ടു ഹെഡിൽ അല്ലെങ്കിൽ ഹെഡ് ടു ടെയിൽ നിൽക്കുന്ന വ്യത്യാസം എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഹെഡ് ടു ഹെഡിൽ നിൽക്കുന്ന വ്യത്യാസം എന്താ പറയാ, ട്രയാങ്കിൾ ഓഫ് നമ്മൾ എന്ത് ചെയ്യുക രണ്ട് വ്യത്യാസം കൺസിഡർ ചെയ്യാം. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ വെക്ടേഴ്സ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ വെക്ടേഴ്സിന് റിസൾട്ടന്റ് വെക്ടർ കാണാനാണ് പറയുന്നത്. ഓക്കെ ഇപ്പൊ രണ്ട് വെക്ടർ ഒരു ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുന്നത് വെച്ചോ. ഓക്കെ അപ്പൊ അതിന്റെ റിസൾട്ടന്റ് വെക്ടർ എങ്ങനെയാണ് കാണുക, അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കാണുക എന്നത് പറയാൻ വേണ്ടിയിട്ടുള്ള ലോ ആണ് എന്ത് ചെയ്യുക ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ. ഓക്കെ ഒരു രണ്ട് വെക്ടേഴ്സ് എന്ത് ചെയ്യുക ആഡ് ചെയ്യാണ്. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക അതിന്റെ നമുക്ക് എന്ത് ചെയ്യുക റിസൾട്ടന്റ് എത്രയാണ്, അതിന്റെ ആൻസർ എത്രയാണ് കിട്ടുക, റിസൾട്ടന്റ് വെക്ടർ എത്രയാണ്, അതുപോലെ തന്നെ അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് എന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യുക നമുക്ക് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷനിൽ കൂടെ പറയാൻ പോകുന്നത്. ഓക്കെ അപ്പൊ രണ്ട് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഈ വെക്ടറിലാണ് ആക്ട് ചെയ്യുന്നത്, അതിന്റെ റിസൾട്ടിന്റെ വെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണോ? ഇതാണ് റിസൾട്ടിന്റെ വെക്ടറിനെ ക്യാപിറ്റൽ ആറിന്റെ മേലെ ഒരു വെക്ടറിന്റെ സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക, അതാണ് റിസൾട്ടന്റ് വെക്ടർ. ഓക്കെ അപ്പോൾ ഈ ആറിന് എന്താ പറയാ, ആറിന് പറയുന്നതാണ് റിസൾട്ടന്റ് വെക്ടർ. എന്താണ് റിസൾട്ടന്റ് വെക്ടർ? ഓക്കെ ഇവിടെ റിസൾട്ടന്റ് വെക്ടർ കാണാനുള്ള ഒരു ഫോർമുലയും കൂടി ഉണ്ട്. ഓക്കെ നമുക്കറിയാം ഇതൊരു ട്രയാങ്കിൾ ആണെങ്കിൽ ഈ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുക ഹൈപ്പോട്ടേനിയസ് ആണല്ലോ അല്ലെ. അപ്പൊ ഹൈപ്പോട്ടേനിയസ് കാണാനുള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാം. ഓക്കെ എന്തിന് ഹൈപ്പോട്ടേനിയസ് എന്ന് പറയുമ്പോൾ r is equal to root of നമുക്ക് എന്താ ഇവിടെ ലംബം സ്ക്വയർ അല്ലെ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലെ. ഓക്കെ ഓപ്പോസിറ്റ് സൈഡ്സ് പ്ലസ് അഡ്ജസൻറ്റ് സൈഡിന്റെ സ്ക്വയർ അല്ലെ. ഓക്കെ അപ്പം അഡ്ജസൻറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ഓപ്പോസിറ്റ് സൈഡ് എത്ര ബി സ്ക്വയർ. ഓക്കെ അപ്പോൾ ഇത്ര കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം റിസൾട്ടന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അപ്പോൾ റിസൾട്ടന്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ ഈ വെക്ടറിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി, അതായത് ഇവ തമ്മിലുള്ള ആംഗിൾ. ഓക്കെ അതാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യം. ഓക്കെ ഇപ്പോ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇതെന്ന് പറയുന്നത് പി ക്യൂ, നമുക്ക് വേറെ കളർ യൂസ് ചെയ്യാം. ഓക്കെ പി ക്യൂ ഇത് ആർ. ഓക്കെ അപ്പോൾ ഇവിടെ ഉള്ള ടാൻ തീറ്റ, അതായത് ആംഗിൾ കാണുമ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പി ക്യൂ ആർ ആർ ക്യൂ ഡിവൈഡർ ബൈ പി ക്യൂ. എന്താണ് ആർ ക്യൂ ഡിവൈഡർ ബൈ പി ക്യൂ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുക നമ്മൾ കാണേണ്ടത്. ഓക്കെ അപ്പൊ ആർ ക്യൂ ബൈ പി ക്യൂ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം ടാൻ തീറ്റ കിട്ടും. ക്ലിയർ ആണല്ലോ? ശരി അപ്പൊ ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക തീറ്റ കാണും. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ആർ ക്യൂ ബൈ പി ക്യൂ അല്ലെ, ആർ ക്യൂ ബൈ പി ക്യൂ. ഓക്കെ അപ്പൊ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യാം നമുക്ക് അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അപ്പൊ ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ അപ്പൊ നമ്മൾ ഈ ഡെഫിനിഷൻ എന്താണെന്ന് ഇന്നൊന്ന് ഡെഫിനിഷൻ ഒന്ന് വായിക്കാം. ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെന്റഡ് ആസ് ദ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ, രണ്ട് വെക്ടേഴ്സ് ഉണ്ട് ഒരു ട്രയാങ്കിളിലെ രണ്ട് ഭാഗത്തായിട്ട് അറേഞ്ച് നിൽക്കുകയെന്ന് വിചാരിക്കാം. then the resultant vector is given by the third side of the triangle taken in the opposite order. ഓക്കെ അപ്പം തേർഡ് സൈഡ് വെക്ടർ എങ്ങോട്ടായിരിക്കും നേരെ റിസൾട്ടന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഈ ഡെഫിനിഷന് നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. ഇഫ് ടു വെക്ടേഴ്സ് ആർ ആക്ടിങ് ഓൺ ദ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ ദ സെയിം ഓർഡർ. Okay, then the resultant vector is given by the third vector, third side of the triangle taken in the opposite order. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ അടുത്തിലേക്ക് പോവുകയാണ്. ഓക്കെ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ. ഓക്കെ അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇഫ് രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് ഇഫ് ടു വെക്ടേഴ്സ് ആർ ആക്ടിങ് ഓൺ ദ
ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ഓക്കെ, ഒരു ട്രയാങ്കിൾ രണ്ട് സൈഡിൽ എന്ത് ചെയ്യുക, ഒരു വെക്ടേഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഹെഡ് ടു ടെയിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈച്ച് അതർ ഷോയിങ് ഫിഗർ. ഫൈൻഡ് ദ റിസൾട്ടന്റ് വെക്ടർ. ഇവിടെയുള്ള റിസൾട്ടന്റ് വെക്ടർ ആണ് കാണാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് അറിയാം. ഓക്കെ, അപ്പൊ റിസൾട്ടന്റ് വെക്ടർ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതല്ല റിസൾട്ടന്റ് വെക്ടർ, ഇതാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, അപ്പൊ റിസൾട്ടന്റ് വെക്ടർ എന്ത് ചെയ്യുക, ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ വരും. റിസൾട്ടന്റ് വെക്ടർ ആർ ഇസ് ഇക്വൽ ടു എന്ത് ചെയ്യുക, റൂട്ട് ഓഫ് ഇതിപ്പം എ ബി സി 3 പോയിന്റ് എ ബി സി വിചാരിച്ചോ. ഓക്കെ, അപ്പം ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ എന്ന റിസൾട്ട് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഇത് പി ആണ്, വെക്ടർ പി ആണ് വിചാരിക്കുക, വെക്ടർ ക്യൂ ആണ് വിചാരിക്കുക. ഓക്കെ, അപ്പം റിസൾട്ടിന് കാണാൻ എന്താ, റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ റിസൾട്ടന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ അറിയാം, റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. പി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ 5 സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ. ഓക്കെ, അപ്പൊ റൂട്ട് ഓഫ് 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 പ്ലസ് 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 അല്ലേ. 25 പ്ലസ് 9 എന്ന് പറയുമ്പോൾ 25 പ്ലസ് 5 എന്ന് പറയുമ്പോൾ 34 റൂട്ട് 34 5 30 റൂട്ട് 34. ക്ലിയർ അല്ലേ. 5 30 34 റൂട്ട് 34. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്നുള്ള കേസാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് പോകാം. ഓക്കെ, എന്താണ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ? ഓക്കെ, ഈ കാര്യങ്ങൾ നമുക്ക് പറയാം. നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാരലലോഗ്രാഫത്തിന്റെ ഷേപ്പ് എന്താണ് ആദ്യം മനസ്സിലാക്കണം. ഒരു പാരലലോഗ്രാം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഷേപ്പ് വരിക. ഓക്കെ, ഇങ്ങനെയുള്ള ഷേപ്പിനാണ് എന്താ പറയുക, പാരലലോഗ്രാം എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഈ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്താണെന്ന് നമുക്ക് പറയാം. അതിന് മുന്നേ ഇതിനെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാം, വെക്ടേഴ്സിനെ വരയ്ക്കാം. ഓക്കെ, ഇപ്പോ നമ്മളിവിടെ പറയാൻ വന്നത്, ഇവിടെ ഇതൊരു വെക്ടറാണ്, ഇതൊരു വേറൊരു വെക്ടറാണ്. ക്ലിയർ ആണല്ലോ. ഇതൊരു വെക്ടറാണ്, ഇത് വേറൊരു വെക്ടറാണ്. ഓക്കെ, ഈ വെക്ടർ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വെക്ടറിന് ഇങ്ങനെയും പറഞ്ഞൂടെ. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് വെക്ടേഴ്സ് ആണ് കേട്ടോ, വെക്ടർ എ വെക്ടർ ബി ഉണ്ട്, പിന്നെ വെക്ടർ എ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടായിരിക്കും, ഈ സെൻട്രലിലേക്ക് ആയിരിക്കും. ഇവിടെ എന്ത് ചെയ്യുക, റിസൾട്ടന്റ് വെക്ടർ. ഓക്കെ, ഇത് വെക്ടർ ബി ആണെങ്കിൽ ഈ വെക്ടർ എന്ത് ചെയ്യുക, വെക്ടർ ബി തന്നെ ആയിരിക്കും. ഇത് എ ആണെങ്കിൽ ഇതും എന്ത് ചെയ്യുക, എ വെക്ടർ തന്നെ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം പാരലലോഗ്രാം വേ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡെഫിനേഷൻ നമുക്ക് വായിക്കാം. ഓക്കെ, ഇഫ് ടു വെക്ടേഴ്സ് ആർ ആക്ടിങ് സൈമൾട്ടേനിയസ്ലി ഫ്രം എ പോയിന്റ്, ഒരു പോയിന്റിൽ നിന്നാണ് വെക്ടറെ ആക്ട് ചെയ്യുന്നത്, point by two adjacent sides of a parallelogram, then the resultant vector is represented by the diagonal of the parallelogram drawn from the same point. ഓക്കെ, അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, ആ രണ്ട് വെക്ടേഴ്സും കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിന്നാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ രണ്ടിന്റെയും കൂടി കോമൺ ആയിട്ടുള്ള പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ത്രൂ ഡയഗണൽ. അത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസൾട്ടന്റ് കാണാനുള്ള ഒരു ഇക്വേഷൻ കാണണം, അതുപോലെ തന്നെ അതിന്റെ ആംഗിൾ കാണാനുള്ള ഇക്വേഷനും കാണണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യുക, ഒന്നും കൂടി മാറ്റി വരയ്ക്കുക. ക്ലിയർ ആണല്ലോ, മാറ്റി വരയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഒന്നുകൂടി നന്നാക്കി വരയ്ക്കാം. ഇപ്പോൾ സപ്പോസ് ഇതൊരു വെക്ടറാണ്, ഇതൊരു വേറൊരു വെക്ടർ. ഓക്കെ, നമ്മൾ ഇതിന് ഒരു പേര് വെക്ടർ പി എന്ന് കൊടുക്കാം. വെക്ടർ പി, ഇത് വെക്ടർ ക്യൂ. ഓക്കെ, ഇതൊരു നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഒരു പാരലലോഗ്രാം ആവല്ലോ. ഓക്കെ, പാരലലോഗ്രാം. ഓക്കെ, അപ്പം അതിൻ്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങോട്ടാക്കില്ല ഡയറക്ഷൻ. ഓക്കെ, റിസൾട്ടന്റ്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഇത് എന്ന് പറയുന്നത് ശരിക്കും
ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ എന്നുള്ള ഇതിന്റെ ആംഗിൾ ആണ് എന്ത് ചെയ്യുക ഇത്. ഓക്കെ, അപ്പൊ ഇതിനൊരു പേര് കൊടുത്തൂടെ, എ ബി സി ഡി. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന് ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് റിസൾട്ടന്റ് വെക്ടർ കാണണം. ആ റിസൾട്ടന്റ് വെക്ടർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ അറിയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഇത് നമുക്കറിയാം ഒരു ടോട്ടൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളത് അത് പാരലോഗ്രാം ആണ്. അപ്പൊ അതിന്റെ റിസൾട്ടന്റ് വെക്ടർ കാണാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ താഴോട്ട് വരയ്ക്കുകയാണ്. ഓക്കെ ഓക്കെ ഈ പോയിന്റിനെ നമ്മൾ ഇ എന്ന് കൊടുത്തു. എന്താണ് ഇ? ഓക്കെ, ഇവിടെ എ സി എന്നുള്ള ഇത് വെക്ടർ, അതായത് ക്യൂ എ സി എന്നുള്ള പോയിന്റ് എടുക്കുമ്പോൾ അവിടെ ക്യൂ എന്നുള്ള വെക്ടറിലുള്ളത്. ഓക്കെ, അങ്ങനെയാണ് ഇതിന് ഓപ്പോസിറ്റ് ഇവിടെ എന്ത് ചെയ്യുക, നമുക്ക് ക്യൂ എഴുതി കൂടെ, ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ക്യൂ എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇത് പി ആണെങ്കിൽ അതിന് ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, പി എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് എഴുതാൻ പറ്റൂലേ, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ആംഗിൾ എന്ന് പറയുമ്പോൾ തീറ്റ ആയിരിക്കും, ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണാൻ പോവാണ് ഫസ്റ്റ് തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഫ്രം ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് ട്രയാങ്കിൾ ബി ഡി ഇ. എന്താണ് ബി ഡി ഇ? ഓക്കെ, ഈ ട്രയാങ്കിൾ ബി ഡി എന്ന് കൺസിഡർ ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സൈൻ തീറ്റ എന്ന് നോക്കാം. സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലേ. ഓക്കെ, അവിടെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ് വരുന്നത്, ഡി ഇ അല്ലേ, അല്ല സോറി, ഓപ്പോസിറ്റ് സൈൻ തീറ്റ പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനിയസ് അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനിയസ്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഡി ഇ ബൈ ഹൈപ്പോട്ടേനിയസ് എന്ന് പറയുമ്പോൾ ക്യൂ. ക്ലിയർ ആണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനിയസ്. ഓക്കെ, അപ്പോൾ ഡി ഇ ബൈ ക്യൂ. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡി ഇ കാണാം അല്ലേ. ഡി ഇ എന്ന് പറയുന്നത് ക്യൂ സൈൻ തീറ്റ. ഒന്നുകൂടി ചെയ്താ എന്നിട്ട് ഒരു മിനിറ്റ്, ഡി ഇ എന്ന് പറയുന്നത് ക്യൂ സൈൻ തീറ്റ. ഡി ഇ എന്ന് പറഞ്ഞാൽ ക്യൂ സൈൻ തീറ്റ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഡി ഇ എന്ന് പറഞ്ഞാൽ ക്യൂ സൈൻ തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് കാണാം ഫ്രം ട്രയാങ്കിൾ. ഓക്കെ, ട്രയാങ്കിൾ ബി, ഒരു മിനിറ്റ്, ബി ഡി ഇയിൽ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയുള്ള കോസ് തീറ്റ കാണാം. കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, ബി ഡി ഇയിൽ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഡ്ജസന്റ് സൈഡ് അല്ലേ, അഡ്ജസന്റ് സൈഡ് ബി ഇ ബൈ ഹൈപ്പോട്ടേനിയസ്, അതായത് ക്യൂ. ഓക്കെ, അപ്പോൾ ബി ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും, ക്യൂ കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, രണ്ട് സൈഡും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര കാര്യങ്ങൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതായത് ഇത് നമ്മൾ മായ്ക്കാണ്. ഓക്കെ ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് കിട്ടിയത്, ഡി. ഓക്കെ, അപ്പോൾ ഡി ഇ എന്ന് പറയുന്നത് ക്യൂ സൈൻ തീറ്റ എന്ന് കിട്ടി. ബി ഇ എന്ന് പറഞ്ഞാൽ ക്യൂ കോസ് തീറ്റ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ രണ്ട് കാര്യങ്ങൾ കിട്ടി, ഡി ഇയും കിട്ടിയിട്ടുണ്ട്, ബി ഇയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് എന്ന് പറയുന്നതിന് ഫൈനൽ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് റിസൾട്ടന്റ് കാണാനുള്ള റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഇവിടെ വരുന്നത് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. എന്താണ് റിസൾട്ടന്റ് വെക്ടർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ പാരലൽ ലോ വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കണേ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ റിസൾട്ടന്റ് കണ്ടുപിടിച്ചു. ഇനി ഇതിന്റെ ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, ആംഗിൾ അല്ലെങ്കിൽ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്ക്
ഈ ഒരു ആംഗിളിനെ നമുക്ക് എന്ത് ചെയ്യാം, ആൽഫ എന്ന് എടുക്കാം. എന്താണ് ആൽഫ. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ എ ഡി ഇ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ എ ഡി ഇ കൺസിഡർ ചെയ്യാം. എ ഡി ഇ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് കഴിയുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ പോവാണ്. എന്താണ് ആംഗിൾ കണ്ടുപിടിക്കാൻ പോവാണ്. ശരി, അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടാൻ ആൽഫ എന്നാണ് കേട്ടോ ആംഗിൾ കണ്ടുപിടിക്കാൻ ടാൻ ആൽഫ. ഒന്നുകൂടി ചെയ്താ ടാൻ ആൽഫ. ടാൻ ആൽഫ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വരുന്നത് നമുക്ക് വരുന്നത് ക്യൂ സൈൻ തീറ്റ. എന്താണ് ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. എന്താണ് ഇക്വേഷൻ? ഇത് തന്നെ. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഓക്കെ, അപ്പൊ ഇത്രയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ഷനും കിട്ടും. അതായത് ഡയറക്ഷൻ. ഓക്കെ, ഇതിൽ നിന്ന് ആൽഫ എന്ന് പറയുന്നത് നമുക്ക് കാണാം. ആൽഫ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കിത് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. പാരലഗം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുമ്പോൾ ഒരു പാരലാമിന്റെ ഷേപ്പാണ് ആദ്യം മനസ്സിലാക്കുക. രണ്ട് വെക്ടേഴ്സ്, അപ്പം റിസൾട്ടന്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡ്രോൺ ഫ്രം ദ സെന്റർ എന്നാണ് വരയ്ക്കുക അല്ലെ. അത് ഡയഗണലിൽ കൂടെ രണ്ട് റിസൾട്ടന്റ് കിട്ടാം. അപ്പോൾ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ട്രയാങ്കിൾ നമ്മൾ എന്ത് ചെയ്യുക, എസ്റ്റിന്റെ ഇത് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യൂ സൈൻ തീറ്റി ക്യൂ കോസ് തീറ്റി രണ്ട് സൈഡ് കിട്ടി. അപ്പൊ അതിന്റെ റിസൾട്ടന്റ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2p ക്യൂ കോസ് തീറ്റ എന്നാണ് റിസൾട്ടന്റ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഈ ട്രയാങ്കിൾ എ ഡി ഇ എന്ന് പറയുമ്പോൾ അതിന്റെ എന്ത് ചെയ്യുക, ആംഗിൾ കാണാണ്. ഓക്കെ, ആംഗിൾ ഇവിടെ ആൽഫ എന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടാൻ ആൽഫ കാണാണ്. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ എന്നുള്ളത് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, ഇപ്പൊ ടു വെക്ടേഴ്സ് എ ആൻഡ് ബി ഹാവ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇഫ് ടു വെക്ടേഴ്സ് എ ആൻഡ് ബി ഹാവ് മാഗ്നിറ്റ്യൂഡ് ഓഫ് 5 യൂണിറ്റ് ആൻഡ് 7 യൂണിറ്റ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പൊ രണ്ട് വെക്ടേഴ്സിന് മാഗ്നിറ്റ്യൂഡ് 5 യൂണിറ്റും 7 യൂണിറ്റും ആണുള്ളത്. ഓക്കെ, ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 60 ഡിഗ്രി ആണ്. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് വെക്ടർ. മാഗ്നിറ്റ്യൂഡും കാണണം, ഡയറക്ഷനും കാണണം. യൂസിങ് പാരലോഗ്രാം ലോ. പാരലോഗ്രാം ലോ ഓഫ് മെത്തേഡ് യൂസ് കൊണ്ട് രണ്ട് വെക്ടേഴ്സ് ഉണ്ട് തന്നിരിക്കുന്നത്, അതിന്റെ ആംഗിൾ തന്നിരിക്കുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുക, അതിനെ മാഗ്നിറ്റ്യൂഡ് കാണണം, പിന്നെ ഡയറക്ഷനും കാണണം. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആംഗിൾ ആണ്. അതെങ്ങനെ കാണാം നോക്കാം. ഓക്കെ, നമുക്ക് അറിയുന്ന ഇക്വേഷൻസ് രണ്ട് ഇക്വേഷൻസ് നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ റിസൾട്ടന്റ് ആർ ഇസ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2p ക്യൂ കോസ് തീറ്റ. പിന്നെ അതുപോലെ തന്നെ ടാൻ ആൽഫ ക്യൂ കോസ് തീറ്റ ഡിവൈഡഡ് പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഓക്കെ, അപ്പൊ റിസൾട്ടന്റ് കാണാൻ വേണ്ടി ഇക്വേഷൻ ആഡ് ചെയ്താൽ റിസൾട്ടന്റ് എന്ന് പറയുമ്പോൾ റിസൾട്ടന്റ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വെക്ടറിനെ പി എന്നുള്ള വെക്ടർ എടുക്കല്ലേ. ഓക്കെ, പി എന്നുള്ള വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 5ഉം ക്യൂ എന്നുള്ള വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ 7 യൂണിറ്റും ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. റൂട്ട് ഓഫ് പി സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് ഇനി എന്താ 2 ഇൻറ്റു പി എന്താ 5 ഇൻറ്റു 7 ഇൻറ്റു കോസ്, ഇവിടെ തീറ്റ എത്ര പറഞ്ഞത് 60 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പം കോസ് 60 ഡിഗ്രി. അപ്പം ഇത്ര കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പം നമുക്ക് അതിൻ്റെ റിസൾട്ട് ഏകദേശം നമുക്ക് കിട്ടുന്നത് സൈനല്ല, ഏകദേശം പറയുമ്പോൾ 5 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 5 ഇൻറ്റു കോസ് 60. നമുക്ക് ഏകദേശം കിട്ടുന്ന റിസൾട്ട് പറഞ്ഞാൽ 10.44. എത്രയാണ് 10.44, ഏകദേശം 10.44 ആണ് നമുക്ക് എന്ത് ചെയ്യാം വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ റിസൾട്ടന്റ് കണ്ടുപിടിച്ച് ഇനി നമ്മൾ എന്ത് ചെയ്യാം, ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആംഗിൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇക്വേഷൻ മുകളിലുള്ളത് ഇതാ ടാൻ ആൽഫ ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ടാൻ ആൽഫ ഈക്വൽ ടു ഓക്കെ ക്യൂ
ക്യൂ സൈൻ തീറ്റ അല്ലേ, ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ടാൻ ആൽഫ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം ഇവിടെ ചെയ്താൽ ടാൻ ആൽഫ എന്ന് പറയുന്നത് ക്യൂവിൻ്റെ ഭാഗത്ത് എത്ര 7 സൈൻ 60 ഡിഗ്രി ഡിവൈഡഡ് ബൈ 5 പ്ലസ് 7 കോസ് 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ആൻസർ നമുക്ക് ഏകദേശം വന്ന് 30 നമുക്ക് 0.713 എന്താണ് 0.713 ആണ് നമുക്ക് എന്ത് ചെയ്യാം ആൻസർ കിട്ടാം. ഓക്കെ, അതിൽ നിന്നിട്ട് നമ്മൾ ഇപ്പോൾ ആൽഫ കിട്ടി, ടാൻ ആൽഫ എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക, ആൽഫ എന്ന് പറയുമ്പോൾ ടാനിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ടാൻ ഇൻവേഴ്സ് 0.713 എന്ന് പറയും. ഓക്കെ, അതെന്ന് പറയുന്നത് ഏകദേശം 35.5 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 35.5 ഡിഗ്രിയാണ് എന്ത് ചെയ്യുക ഇവിടെ കിട്ടുന്ന ആൽഫയുടെ വാല്യൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇന്നെടുത്ത ഭാഗങ്ങൾ വളരെ കുറച്ച് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം മുതലൊന്ന് നോക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ളതിൽ ഓക്കെ എന്താണ് സ്കാലാർ, എന്താണ് വെക്ടർ, എന്താണ് കൂടി ഡിസ്കസ് ചെയ്തു. ഓക്കെ, സ്കാലാർ എന്നാൽ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, വെക്ടേഴ്സ് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളതാണ് വെക്ടേഴ്സ് പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിളും കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്, പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടിയും പഠിച്ചു. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഓഫ് വെക്ടേഴ്സ്, ഈക്വൽ വെക്ടേഴ്സ്, നെഗറ്റീവ് വെക്ടേഴ്സ്. ഓക്കെ, പിന്നെ അതുപോലെ സീറോ വെക്ടേഴ്സ് ഉണ്ട്, യൂണിറ്റ് വെക്ടർ, പൊസിഷൻ വെക്ടർ, ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ട്. പിന്നെ അതിന് കോ ഇനീഷ്യൽ വെക്ടേഴ്സ്, കൊലീനിയർ വെക്ടേഴ്സ്. ഓക്കെ, പിന്നെ കോ പ്ലാനർ വെക്ടേഴ്സ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, പിന്നെ അതിന് നമ്മൾ 2 പ്രോബ്ലംസ് ആണ് ചെയ്തത്. അതിനുശേഷം ലോസ് ഓഫ് വെക്ടർ അഡീഷൻ, ട്രയാങ്കിൾ ലോ ആൻഡ് പാരലലോഗ്രാം ലോ. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ ലോയിലും നമ്മൾ എന്ത് ചെയ്യുക പഠിക്കേണ്ട കാര്യം ബേസിക് ആയിട്ട് വേണ്ടി ഈ ലോ എന്താണെന്ന് ആദ്യം പഠിക്കുക, പിന്നെ അതിന്റെ റിസൾട്ടന്റ് കാണുന്ന എങ്ങനെയാണെന്ന് പഠിക്കുക. അതുപോലെ തന്നെ പിന്നെ പഠിക്കേണ്ടത് നമ്മൾ ആംഗിൾ കാണുന്നത് തീറ്റ എങ്ങനെ കാണുക എന്നുള്ളത്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം റിസൾട്ടിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലേ. ഇനിയിപ്പോൾ അതിൽ തീറ്റ കാണാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക നമുക്കറിയാം, ടാൻ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ റിസൾട്ടന്റ് ഇവിടെ കിട്ടുന്നത് റൂട്ട് 34 എന്ന് വിചാരിച്ചോ. 34, അപ്പോൾ ടാൻ തീറ്റ പറഞ്ഞാൽ റൂട്ട് 34, തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് റൂട്ട് 34. ഓക്കെ, അപ്പോൾ അത് എത്രയാണോ കിട്ടുക അതാണ് ഇവിടെയുള്ള ആൻസർ തീറ്റ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത്രയും കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാരലലോഗ്രാം ലോ ഓഫിന്റെ 2 ഇക്വേഷൻസ്, അതാണ് പ്രധാനമായും പഠിക്കേണ്ടത്. ഒന്ന് റിസൾട്ടന്റ് കാണാനും പിന്നെ ഒന്ന് ആംഗിൾ കാണാനും അല്ലെങ്കിൽ ഡയറക്ഷൻ കാണാനും. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ പഠിച്ചാൽ ഇത് മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ ഗുഡ് ബൈ.